പാളയം മാർക്കറ്റിൽ മാത്രമല്ല, ചോദിച്ചു നോക്ക്. ഈ സർക്കിളേമാന് പറ്റാതെ വന്നപ്പോ പോലീസിന്റെ പണി ഏറ്റെടുത്ത് പണ്ടൊരു പൊന്നോണ രാവിലെ പൊട്ടണ സാധനങ്ങൾ പൊട്ടാതെ തന്നെ ഈ കോഴിക്കോടിന്റെ മുക്കിനും മൂലെന്ന് മാന്തിയെടുത്ത് ടൗൺ സ്റ്റേഷന് മുമ്പിൽ കൂമ്പാരമായി കൂട്ടിയിട്ട് കൊടുത്തിട്ട് ഞാനും എന്റെ ആൾക്കാരും. പുതിയ സാറിന് അതൊന്നും അറിഞ്ഞുകൂടായിരിക്കും. എന്താ ധാരണട്ടാ? അതല്ലേ ലോകം അറിയാത്ത സത്യം. അതെ സാർ, അത് തന്നെയാണ് സത്യം. അതൊക്കെ പണ്ട്. ഇത് അതൊന്നുമല്ല വിഷയം, മത തീവ്രവാദമാണ്. അയ്യേ, എന്താണ് സാർ എല്ലാവരും ഒരുമിച്ച് കഴിഞ്ഞ ഈ കോളനിയിൽ എന്ത് മത തീവ്രവാദം? അതിന്റെ പേരിൽ എന്ത് സമ്പാദിക്കാനാ ഈ പാവങ്ങള്? എവിടുന്നോ 3-4 തുരുമ്പെടുത്ത വടിവാളും വാക്കത്തിയും കണ്ടെടുത്തതിന്റെ പേരില് നിങ്ങൾ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സാറും സാറിന്റെ പോലീസും ഇതിനകത്ത് കയറി പരാക്രമം കാണിച്ച് ഏതെങ്കിലും ഒരെണ്ണം കാഞ്ഞു പോയാൽ പിന്നെ തീർന്നുപോയാൽ അതോടെ കളി മാറും. അതിന്റെ പേരിൽ പൊട്ടും പലയിടത്തും. നേരത്തെ പൊട്ടിയിട്ടുണ്ടല്ലോ. KSRTC സ്റ്റാൻഡിലും ബേപ്പൂർ തുറമുഖത്തും വിഷുവിന് മിഠായി തെരുവിൽ വന്നിറങ്ങിയ ഓലപ്പടക്കങ്ങളുടെ കൂട്ടത്തിലും ഉണ്ടായിരുന്നു 3 കിലോമീറ്റർ ദൂരം വരെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഉഗ്രജാതി ഇനങ്ങള്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ സാറിന്? സാർ വേണ്ട, അവിടെ നിൽക്ക് സാറേ. നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടുന്ന് പോണം. ഞാനാ പറയുന്നത്. ഈ മണ്ണിന്റെ മണം അറിയാവുന്ന അലീഭായി, ഇതിനകത്ത് സാധനം ഉണ്ടെങ്കിൽ നമ്മളെ സ്റ്റേഷനിൽ എത്തിക്കും. നിങ്ങൾ ബേജാറാക്കല്ലേ കോയ, പ്ലീസ്. Come on, sir.